هذا ذكر وإن للمتقين لحسن مآب جنات عدن مفتحة لهم الأبواب متكئين فيها يدعون فيها بفاكهة كثيرة وشراب وعندهم قاصرات الطرف أتراب هذا ما توعدون ليوم الحساب إن هذا لرزقنا ما له من نفاد. ആയത്ത് 49. ഹാദാ ദിക്ർ, ഇത് ഒരു മഹനീയ സ്മരണയാകുന്നു. വഇന്ന ലിൽ മുത്തഖീന ലഹുസ്ന മആബ്, തീർച്ചയായും ഭയഭക്തരായ ആളുകൾക്ക് സുന്ദരമായ മടക്കമുണ്ട്. ജന്നാതി അദ്നിൻ മുഫത്തഹതൻ ലഹുമുൽ അബ്വാബ്, ശാശ്വത സ്വർഗങ്ങളുണ്ട്, അവർക്ക് വേണ്ടി അതിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കും. മുത്തഖീന ഫീഹ, അവരതിൽ ചാരിക്കിടക്കുന്നതാണ്. യദ്ഊന ഫീഹ, അവരവിടെ ആവശ്യപ്പെടുന്നതാണ്. ബിഫാകിഹത്തിൻ കസീറത്തിൻ വശറാബ്, ധാരാളം പഴങ്ങളും പാനീയങ്ങളും ആവശ്യപ്പെടുന്നതാണ്. വഇൻദഹും ഖാസിറാത്തുത് ത്വർഫി അത്റാബ്, അവരുടെ പക്കൽ കണ്ണുകളെ ചുരുക്കുന്നതായ സ്ത്രീകളുണ്ടായിരിക്കും. അത്റാബ്, സമപ്രായക്കാരായ സ്ത്രീകളുണ്ടായിരിക്കും. ഹാദാ മാ തുഅദൂന ലിയൗമിൽ ഹിസാബ്, ഇത് വിചാരണ ദിവസത്തിലേക്ക് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യമാണ്. ഇന്ന ഹാദാ ലറിസ്ഖുനാ മാ ലഹു മിൻ നഫാദ്, ഇത് നമ്മളുടെ ആഹാരമാണ്, ഇത് ഒരിക്കലും അവസാനിക്കുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തുകളിൽ മഹാന്മാരായ നബിമാരെയും അവരുടെ മേൽ ചെയ്ത അനുഗ്രഹങ്ങളെയും അനുസ്മരിക്കുകയുണ്ടായി. അടുത്ത ആയത്തുകളിൽ അല്ലാഹു ഭയഭക്തരായ ആളുകൾക്ക് നാളെ പരലോകത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ വർണ്ണിക്കുകയാണ്. ഇതിന് രണ്ട് ആശയങ്ങളാണുള്ളത്. ഒന്ന്, ഈ മഹാന്മാർക്ക് ഇഹലോകത്ത് ലഭിച്ച അനുഗ്രഹങ്ങളെ നമ്മൾ കേട്ടു, പരലോകത്ത് ഇതിനേക്കാളും ഉന്നതമായ അനുഗ്രഹങ്ങളായിരിക്കും ലഭിക്കുക. രണ്ട്, ഈ മഹാന്മാരെ പറ്റി പറയപ്പെട്ടപ്പോൾ നമ്മുടെ മനസ്സിൽ വികാരത്തിൻ്റെ വേലിയേറ്റം ഉണ്ടായി കാണും. പടച്ചവനെ, നമുക്കും ഇതുപോലുള്ള അനുഗ്രഹം ലഭിക്കുമോ? അള്ളാഹു പറയുന്നു, ലഭിക്കും. തഖ്വയുടെ ഗുണമുണ്ടാക്കിയെടുക്കിൻ, നിങ്ങൾക്ക് പരലോകത്ത് ലഭിക്കും. ഹാദാ ദിക്ർ, ഇത് മഹാത്മാക്കളെ പറ്റിയുള്ള ഒരു അനുഗ്രഹീത സ്മരണയാണ്, വളരെ സുന്ദരമായ അനുസ്മരണമാണ്. മഹാന്മാരെ അനുസ്മരിക്കൻ, അതിൽ പ്രതിഫലമുണ്ട്, നന്മയുണ്ട്. അവരെ പോലെ ആകാൻ നമുക്ക് ആഗ്രഹം വരും. ആഗ്രഹത്തിൻ്റെ ചിറകുകൾ മുളച്ച് ഉന്നതങ്ങളിലേക്ക് ഉയരാനുള്ള താല്പര്യമുണ്ടാകും. വഇന്ന ലിൽ മുത്തഖീന ലഹുസ്ന മആബ്,
ഭയഭക്തരായ ആ മഹാത്മാക്കൾക്കും ഭയഭക്തി ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്കും ലഹുസ്ന മആബ് സുന്ദരമായ മടക്കമുണ്ട്. ആ മഹാന്മാരെ പോലെ നിങ്ങളാകിൻ. അതിന് കണ്ണൊക്കെ അടച്ച് പട്ടക്ക മോളിൽ പുതച്ച് ധ്യാനിച്ചിരുന്ന് പുതിയ വഹിയൊന്നും ഇറക്കേണ്ട ആവശ്യമില്ല. കള്ളത്തരങ്ങളും വ്യാജ ശൈലികളൊന്നും കാണിക്കേണ്ടതില്ല. തഖ്വ ഉണ്ടാക്കിയെടുക്കും. തഖ്വ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ. 1, പടച്ചവനെ ഭയന്ന് അവനോടുള്ള കടമകൾ നിർവഹിക്കും. 2, ആ പടച്ചവനെ ഭയന്നുകൊണ്ട് തന്നെ സ്നേഹിച്ചുകൊണ്ട് തന്നെ സൃഷ്ടികളോടുള്ള കടമകൾ പാലിക്കും. 3, ആ പടച്ചവനെ ഭയന്നും സ്നേഹിച്ചും പടച്ചവൻ തടഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കും. തഖ്വയായി. وَإِنَّ لِلْمُتَّقِينَ لَحُسْنَ مَآبٍ. هذا ذكر وَإِنَّ لِلْمُتَّقِينَ لَحُسْنَ مَآبٍ. جنات عدن مفتحة لهم الأبواب متكئين فيها يدعون فيها بفاكهة كثيرة وشراب. وعندهم قاصرات الطرف أتراب. هذا ما توعدون ليوم الحساب. إن هذا لرزقنا ما له من نفاد. هذا ذكر. ഇതൊരു മഹനീയ സ്മരണയാണ്. وَإِنَّ لِلْمُتَّقِينَ لَحُسْنَ مَآبٍ. ഭയഭക്തരായ മഹത്തുക്കൾക്ക് അതിൽമേൽ പറയപ്പെട്ട മഹാന്മാരും പെടും. അല്ലയോ ഖുർആൻ സംബോധിതരെ, നിങ്ങൾക്കും പെടാൻ സാധിക്കും. എല്ലാ ഭയഭക്തരായ ആളുകൾക്കും സുന്ദരമായ മടക്കമുണ്ട്. എന്താണ് ആ മടക്കം? അതിനെ വിശദീകരിക്കുന്നു. ജന്നാതി അദ്നിൻ മുഫത്തഹതൻ ലഹുമുൽ അബ്വാബ്. ശാശ്വത സ്വർഗങ്ങൾ. ഒരു ദിവസം കഴിഞ്ഞാൽ പഴയതായി പോകുന്നതല്ല, ഒരാഴ്ച കഴിഞ്ഞാൽ മടുത്തു പോകുന്നതല്ല. ജന്നാതി അദ്ൻ മുഫത്തഹതൻ ലഹുമുൽ അബ്വാബ്. അവരെ ആദരിക്കുന്നതിന് വേണ്ടി അവർക്ക് കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കും. നമ്മുടെ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, കാത്തുനിന്ന് കയറുന്നു. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ വാതിലെല്ലാം തുറന്നു വെക്കുന്നു. ആദരവാണ്. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കും. മുത്തഖീന ഫീഹാ. അവരാ സ്വർഗത്തിൽ ചാരിക്കിടക്കുന്നതാണ്. സമാശ്വാസത്തിൻ്റെ ഒരു ചിത്രമാണ് ചാരിക്കിടക്കൽ. മന്ത്രിയുടെ വീട്ടിലൊക്കെ കയറി വളരെ ബഹുമാനിച്ചിരിക്കുന്നത് അത് ചിലപ്പോൾ പുറത്തിരിക്കുന്നതിനേക്കാളും പ്രയാസമായിരിക്കും. അള്ളാഹുവിൻ്റെ ദർബാർ, പടച്ചവൻ്റെ സ്വർഗം. പക്ഷേ സത്യവിശ്വാസികൾ ചാരിക്കിടക്കും. മുത്തഖീന ഫീഹാ യദ്ഊന ഫീഹാ ബിഫാകിഹത്തിൻ കസീറത്തിൻ വശറാബ്. അവരവിടെ ആവശ്യപ്പെടും ധാരാളം പഴങ്ങളും ധാരാളം പാനീയങ്ങളും ആവശ്യപ്പെടുന്നതാണ്. എവിടെയെങ്കിലും അതിരിയായിട്ട് പോയാൽ എല്ലാ സൗകര്യമുണ്ടെങ്കിലും ചോദിക്കാനൊരു ചമ്മലായിരിക്കും. അള്ളാഹു പറയും, ഇല്ല, ഇവിടെ പടച്ചോ സ്വാതന്ത്ര്യം കൊടുക്കും. അവർ ധാരാളം പഴങ്ങൾ ആവശ്യപ്പെടും. ആപ്പിൾ കൊണ്ടുവാ, മുന്തിരിക്കായും കൂടെ കൊണ്ടുവാ. 4-5 സാധനം കൊണ്ടുവരാൻ പറഞ്ഞാൽ പിന്നീട് വെയിറ്റർ നോക്കും, ഇയാൾ ആരാ പടച്ചവനെ റപ്പായിയായിട്ട് കയറിയിരിക്കുന്നല്ലോ. ഇതൊന്നുമില്ല. സന്തോഷത്തിൽ വീണ്ടും വീണ്ടും കൊണ്ടുതരും.
ആ പഴം കൊണ്ടുപോവാ, ഈ പഴം കൊണ്ടുപോവാ, ഇന്ന ആഹാരം കൊണ്ടുപോവാ. ബിഫാകിഹത്തിൻ കസീറത്തിൻ വശറാബ്, പാനീയങ്ങളും അവരാവശ്യപ്പെടുന്നതാണ്. സ്വർഗം ശാരീരിക മാനസിക ആഗ്രഹങ്ങളുടെ പൂർത്തീകരണ കേന്ദ്രം. وعندهم قاصرات الطرف أتراب, അവർക്ക് കണ്ണുകൾ നിയന്ത്രിക്കുന്ന സ്ത്രീകളുണ്ട്. ഭർത്താക്കന്മാരെ മാത്രം നോക്കുന്ന സ്ത്രീകൾ. ഇത് കേൾക്കുമ്പോൾ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാണ്. പുരുഷന്മാരും ഭാര്യമാരെ മാത്രമാണ് നോക്കുന്നത്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഭാര്യമാരെ നോക്കുന്നത് ആരാധനയായി പഠിപ്പിച്ചു. അവരുമായി സംസാരിക്കുന്നത്, അവരെ മാത്രം നോക്കുന്നത്, അവരല്ലാത്ത ആരിലേക്കും നോക്കാതിരിക്കുന്നത് പൗരുഷത്വത്തിൻ്റെ അടയാളമാണ്. വഇൻദഹും ഖാസിറാത്തു ത്വർഫി അത്റാബ്, സമപ്രായക്കാരായ സ്ത്രീകളുമുണ്ട്. സമപ്രായം കൊണ്ട് ഉദ്ദേശം ഒന്ന്, ഈ ഇണകൾ തമ്മിൽ ഭർത്താവും അതുപോലെ സ്വർഗീയ സ്ത്രീകളും ഒരേ പ്രായമായിരിക്കും. എനിക്ക് 68 വയസ്സ്, 12 വയസ്സുകാരിയായ കുട്ടി. ഇല്ല, അങ്ങനെയല്ല. എൻ്റെയും അവരുടെയും പ്രായം തുല്യമായിരിക്കും. 2, ആ സ്ത്രീകളുടെ പ്രായം തുല്യമായിരിക്കും. സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരു കിളവി, കുറേ പ്രായം കുറഞ്ഞവർ, അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയ്ക്ക് സാധ്യതയുണ്ട്. വഇൻദഹും ഖാസിറാത്തു ത്വർഫി അത്റാബ്. മറ്റ് വിശദീകരണം സൂറത്ത് സാഫാത്തിൽ കഴിഞ്ഞു പോയി. എന്തിനാണ് ഖുർആനിൽ സ്ത്രീകളെ വർണ്ണിക്കുന്നത്? ഒന്ന്, എല്ലാ കാലഘട്ടത്തിലും ഈ ലോകത്ത് തിന്മകൾ നടക്കുന്നത് സ്ത്രീ സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കനകം മൂലം, കാമിനി മൂലം ആണിവിടെ ലോകത്ത് പ്രശ്നങ്ങൾ അന്നും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയോ കുടുംബങ്ങൾ തകരുകയാണ്. എത്രയോ നല്ല നന്മ നിറഞ്ഞ മാതാപിതാക്കൾ വേദനിക്കുകയാണ്, നുറുങ്ങുകയാണ്. സ്ത്രീകളുടെ മാത്രം തെറ്റല്ല, പുരുഷന്മാരുടെയും തെറ്റ്. നേരത്തെ പറഞ്ഞ കണ്ണിന് നിയന്ത്രണമില്ല. വഇൻദഹും ഖാസിറാത്തു ത്വർഫി അത്റാബ്. 2, ഇതെല്ലാം ലൈംഗികമായ കാര്യമാണെന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം. സ്വർഗത്തിൽ ലൈംഗികതയുണ്ടത് വേറെ കാര്യം. പക്ഷേ ഇവിടുത്തെ ഉദ്ദേശം അവരാഹ്ലാദത്തിനും ആമോദത്തിനും കഴിയും. അവിടെ കുറേ സ്ത്രീകൾ കാണും. സ്ത്രീകൾ മാത്രമല്ല, ഖുർആൻ പറയുന്നുണ്ട്, കുട്ടികളും കാണും. വയതൂഫു അലൈഹിം ബിൽദാനുൻ മുഖല്ലദൂൻ, ശാശ്വതമായി കുട്ടിയായിരിക്കാൻ വിധിക്കപ്പെട്ട കുറേ പയ്യന്മാർ, മുത്തുകൾ പോലെയുള്ള പയ്യന്മാർ കറങ്ങി നടക്കും. പ്രായപൂർത്തിക്ക് മുമ്പ് മരിച്ച മുഴുവൻ സാധുക്കളായ മക്കളും സ്വർഗത്തിലെ താരങ്ങളായിരിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മൾ കുഞ്ഞുങ്ങൾ മരിച്ചാൽ അസ്വസ്ഥമാവുകയാണ്. ശരിയാണ്, അസ്വസ്ഥത ബേജാറ് കൊണ്ടുണ്ടാകും. പക്ഷേ മനസ്സിലാക്കണം, അവർ നാളെ സ്വർഗത്തിലാണ്. അവിടുത്തെ പ്രധാന താരം സ്റ്റാറുകൾ ഈ കുഞ്ഞുങ്ങളാണ്. അള്ളാഹു മരണപ്പെട്ടു പോയ മക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഇൻദഹും ഖാസിറാത്തു ത്വർഫി അത്റാബ് ഹാദാ മാ തുഅദൂന ലിയൗമിൽ ഹിസാബ്. വിചാരണ ദിവസത്തിലേക്ക് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന കാര്യമാണിത്. നാളേക്ക്, മരണം കഴിഞ്ഞ് വിചാരണയുടെ ദിവസത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. ആ ദിവസത്തിൽ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന കാര്യമാണിത്. ഇന്ന ഹാദാ ലറിസ്ഖുനാ മാ ലഹു മിൻ നഫാദ്. ഇത് നമ്മുടെ ആഹാരമാണ്, ഇത് നമ്മുടെ സൽക്കാരമാണ്. കാരുണ്യവാനായ സർവസമ്പൂർണനായ അൽ മലിക്കുൽ ഖുദ്ദൂസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറായ
നമ്മുടെ വിഭവങ്ങളാണിത്. മാലഹൂമിൻ നഫാദ്, ഇത് തീരുന്ന പ്രശ്നമേയില്ല. എന്നെല്ലാം ഉപയോഗിക്കും തോറും വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഒരിക്കലും ഇത് തീരുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ വർണ്ണിക്കുന്നു. സ്വർഗത്തെ വർണ്ണിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യം മനസ്സിലാക്കണം. ഒന്ന്, ഈ വർണ്ണന സാധാരണ മനുഷ്യൻ്റെ ബുദ്ധി മുമ്പിൽ വെച്ചുകൊണ്ടുള്ള വർണ്ണനയാണ്. നാളെ കാണുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്. നമ്മൾ ഈ ലോകത്ത് ഓരോ പറ്റി സങ്കല്പിക്കും, കാണുമ്പോഴത്തേക്കും മിക്കവാറും വേറെ ഒന്നായിരിക്കും. ഒരു കുട്ടി ജനിക്കാൻ വേണ്ടി മാതാവിൻ്റെ ഗർഭത്തിൽ കിടക്കുകയാണ്, പുറത്തോട്ട് സല്യൂട്ടടിച്ച് വരാൻ വീർപ്പ് പൊട്ടി നിൽക്കുന്നു. ഈ സമയത്ത് താങ്കൾ അവിടെ പോയി പ്രസംഗിക്കുകയാണ്, പൊന്നുമോനെ ഏതാനും മണിക്കൂറുകൾക്ക് നീ വരാൻ പോകുന്നതൊരു മഹാലോകത്തേക്കാണ്. ഇവിടെ പർവ്വതങ്ങളുണ്ട്, സമുദ്രങ്ങളുണ്ട്, മനുഷ്യനുണ്ട്, മൃഗങ്ങളുണ്ട്, ആനയുണ്ട്. ആ കുട്ടി മിക്കവാറും പറയും, നിങ്ങളുടെ സാഹിത്യ പ്രസംഗം ഒന്ന് നിർത്തിയാൽ കൊള്ളാം, എനിക്ക് മാതാവിൻ്റെ വയറ് തന്നെ സർവ്വസമ്പൂർണ്ണമാണ്, എല്ലാം ഉണ്ട് ഇവിടെ. പക്ഷെ കുട്ടി വരുമ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം കാണുകയാണ്. മഹാന്മാരായ നബിമാർ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നത് ഈ രീതിയിൽ സ്വർഗത്തെ പറ്റിയുള്ള ചെറിയ വിവരണമാണ്. കാണുമ്പോൾ അറിയാം ഇതൊന്നുമല്ല, ഇനിയും കിടക്കുന്നേ ഉള്ളൂ. രണ്ടാമത്തെ പ്രധാനപ്പെട്ടൊരു വിഷയം, ഒരു ചോദ്യം വരും, ഇത് സ്വർഗലോകത്താണ്, നമുക്കിവിടെ എന്താ ഉള്ളത്, ദുന്യാവിലെന്താ ഉള്ളത്? മഹാന്മാരായ നബിമാരെ പറ്റി കഴിഞ്ഞ ആയത്തുകളിൽ ദുന്യാവിൽ അവർക്ക് കൊടുത്തതായിട്ട് പറഞ്ഞു. ഒന്നാമത്, അള്ളാഹു നമുക്ക് ഈമാനും അമലും തരുമാറാകട്ടെ, ദുന്യാവിലും അള്ളാഹു തരും. രണ്ടാമത്തെ കാര്യം, ദുന്യാവിൽ അള്ളാഹു തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്നറിയാമോ? ഈ സ്വർഗലോകത്തെ പറ്റിയുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കുന്ന ഭയങ്കരമായ സമാധാനം, വലിയ സന്തോഷം, സംതൃപ്തി. ഇവിടെ വയറ്റിന് നല്ല വേദനയുണ്ട്, പക്ഷെ നാളെ സ്വർഗത്തിൽ ഉയർന്ന പ്രതിഫലം കിട്ടും കേട്ടോ. ഇവിടെ കുറേ വിശപ്പുണ്ട്, പക്ഷേ നാളെ ആ വിശപ്പെല്ലാം മാറും കേട്ടോ. ഇവിടെ കണ്ണ് കൊതിക്കുന്നുണ്ട് ഹറാമുകളിലേക്ക് നോക്കാൻ, വേണ്ട, നാളെ നന്നായിട്ട് എനിക്ക് നോക്കാൻ പറ്റും, മതിവരുവോളം നോക്കാൻ പറ്റും. ഇവിടെ ചെവി വല്ലാതെ കൊതിക്കുന്നുണ്ട് മ്യൂസിക് കേൾക്കാൻ, വേണ്ട, നാളെ നല്ല സ്വർഗീയ ഗാനങ്ങൾ കേൾക്കേണ്ടതാണ്. ഈ ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഭൗതിക ജീവിതം പരമരസമാണ്, ആനന്ദമാണ്, വലിയ രസകരമായിട്ട് മാറും. ഇതാണ് മഹാന്മാരായ സഹാബാക്കൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അനുഭവിച്ചത്. ഈ ലോകത്തവർ നമസ്കാരത്തിൽ ഭയങ്കര രസം അവർക്ക്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിൻ്റെ മരണത്തിലേക്ക് നീങ്ങുന്നു, കരയുകയാണ്. ഭാര്യ ചോദിച്ചു, എന്താ കരച്ചിൽ? എപ്പോഴും ആഖിറത്ത് സ്മരണയായിരുന്നു, ഇപ്പോഴെന്താ കരച്ചിൽ? മോളെ പോകുന്നതിൻ്റെ പേരിലല്ല കരച്ചിൽ. പാതിരാത്രി ഉറക്കം ശക്തമായി എന്നെ കീഴ്പ്പെടുത്താൻ വരുമ്പോൾ വേച്ച് എഴുന്നേറ്റ് നല്ല നിലയിൽ വുദൂ ചെയ്ത് പടച്ചവന് മുമ്പിൽ കൈകെട്ടി അവൻ്റെ കലാം ഓതുമ്പോൾ ഒരു വല്ലാത്ത രസാനുഭൂതിയുണ്ട്. മരണത്തിന് ശേഷം അത് കിട്ടുകയില്ലല്ലോ എന്ന സങ്കടമാണ് എനിക്ക്. നല്ല വേനൽക്കാലത്ത് അത്താഴം കഴിക്കാനൊന്നും കിട്ടിയിട്ടില്ല. കുറഞ്ഞ അത്താഴം കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം പ്രത്യേകിച്ചും അസറ് കഴിഞ്ഞ് വയറ് കിടന്ന് ഇളകി മറിയും, ഭയങ്കര വേദനയുണ്ടാകും, വലിയ ദാഹമുണ്ടാകും. മഗ്‌രിബിന് വെള്ളമിരിക്കുന്നു, അതുപോലെ ഈത്തപ്പഴം ഇരിക്കുന്നു, വലിയ കൊതി വരും. ഈ സമയത്തുണ്ടാകുന്നൊരു അനുഭവമുണ്ട്, രസമുണ്ട്. ആ രസം ഇനി കിട്ടുകയില്ലല്ലോ എന്നുള്ള ചിന്തയാണ്. പടച്ചവൻ്റെ മാർഗത്തിൽ പടക്കുതിരയുടെ മുകളിൽ കയറി യാത്ര ചെയ്യുന്ന സമയത്ത് ദീനിൻ്റെ മാർഗത്തിൽ വെട്ടും കുത്തുമേൽക്കുമ്പോൾ, അതുപോലെ ആളുകളുടെ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഏൽക്കുമ്പോൾ ഒരു ഭയങ്കര രസമുണ്ടായിരുന്നു. അത് എനിക്കുണ്ടാവുകയില്ലല്ലോ. മഹാനായ ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഗാനം പാടുമായിരുന്നു. മഹല്ലിയുടെ ഹാഷിയ കല്യൂബിയുടെ ഉള്ളിലതുണ്ട്. ഗ്രന്ഥം വായിച്ച് മനസ്സിലാകാതെ ബുദ്ധിമുട്ടുകയും പ്രയാസപ്പെടുകയും ചെയ്ത് അവസാനം അവിടെയും ഇവിടെയും നോക്കി കുറേ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഏറ്റവും അവസാനം അതിൻ്റെ ശരിയായ ആശയം കണ്ടെത്തുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു രസാനുഭൂതി വരും. അത് സ്വർഗീയ രസാനുഭൂതിയാണ്. അല്ലാമ നദവി റഹ്മത്തുള്ളാഹി അവർകൾ പറയുന്നുണ്ട്, സത്യവിശ്വാസികൾ ഈ ലോകത്ത് തന്നെ സ്വർഗത്തെ അനുഭവിക്കും.
പിന്നെ അവരിൽപ്പെട്ട ഉയർന്ന ആൾക്കാർ ശരിയായ സ്വർഗം തന്നെ അനുഭവിക്കും. സാധാരണ ആളുകൾക്ക് ഈ ലോകത്ത് തന്നെ നമസ്കാരത്തിൽ കൂടി രസാനുഭൂതി അനുഭവിക്കാൻ അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. ഹറാമിൽ നിന്ന് മാറി നിന്നുകൊണ്ട് രസിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.